ഞാൻ 91 മുതൽ തൃപ്പൂണിത്തുറയിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ്. അന്നത്തെ തൃപ്പൂണിത്തുറയല്ല ഇന്ന്. അന്നത്തെ തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തൃക്കാക്കരയും എറണാകുളത്തിൻ്റെയും ഭാഗമായിപ്പോയി. ഇപ്പോഴത്തെ തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞാൽ പഴയ പള്ളുരുത്തി നിയോജകമണ്ഡലത്തിൻ്റെ ഭൂരിപക്ഷ ഏരിയയാണ്. ഞാൻ വന്നു നിൽക്കുമ്പോൾ അന്നത്തെ ആദ്യം MM ലോറൻസാണ് സ്ഥാനാർത്ഥി. എൻ്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ആദ്യം എന്നോട് AK ആൻ്റണിയാണ്. അന്ന് AK ആൻ്റണി KPC പ്രസിഡൻ്റാണ്. അപ്പോൾ എന്നോട് അദ്ദേഹം പുലർച്ചെ എന്നോട് വിളിച്ചു പറഞ്ഞു, തൃപ്പൂണിത്തുറയാണ്, പോയി നോക്ക്, വേറെ ഒന്നും ശരിയായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു കാരണവശാലും തൃപ്പൂണിത്തുറ തോൽക്കാൻ പോലും ഞാൻ ചോദിച്ച സീറ്റല്ലായിരുന്നു. പക്ഷെ അന്ന് ഞാൻ അവിടെ പോയി. എന്നൊരു സ്ഥാനാർത്ഥിയായിട്ട് പോലും എതിർ സ്ഥാനാർത്ഥി കണക്കാക്കിയിരുന്നൊരു കാലമല്ലായിരുന്നു. എല്ലാവരും കൂടി നിൽക്കുമ്പോൾ ഞാനും അവിടെ എനിക്ക് ഷെയ്ക്കാൻ്റെ തരാൻ പോലും അദ്ദേഹം തയ്യാറാവില്ല. അങ്ങനെ കുറ്റപ്പെടുത്തിയല്ല, എന്നെ അത്രയും ഇഗ്നോർ ചെയ്തിരുന്നൊരു സ്ഥാനാർത്ഥിയാണ് ഞാൻ. പക്ഷേ എന്നാലും അന്നത്തെ തിരഞ്ഞെടുപ്പിൽ എനിക്ക് ഏകദേശം ഒരു 5000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിച്ചു. അന്ന് എന്നെക്കുറിച്ച് എഴുതിയിരുന്നത് ജയൻറ്റ് കില്ലർ എന്നാണ്. അതിന് ശേഷം അന്ന് ലോറൻസ് LDFൻ്റെ കൺവീനറും കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. എന്ന് മാത്രമല്ല LDFന് ഭരണം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മന്ത്രിസഭയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കാനുള്ള ഒരാളായിട്ടാണ് ഏറ്റവും ഷുവർ സീറ്റ് നോക്കി അദ്ദേഹത്തെ അവിടെ നിർത്തിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഷ്ടകാലം എൻ്റെ തലയിലെടുത്ത് നന്നായി, ഞാൻ ജയിക്കുകയും ചെയ്തു. പിന്നീട് ഞാൻ 6 തെരഞ്ഞെടുപ്പിൽ കൂടി മത്സരിച്ചു. 6 തെരഞ്ഞെടുപ്പിൽ ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി. ആ തെരഞ്ഞെടുപ്പിൽ തോറ്റതിൻ്റെ പശ്ചാത്തലം ഇപ്പോൾ ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല, ഇപ്പോൾ വലിയ പ്രസക്തിയില്ല. എന്നാലും നമ്മളെ കൂടെ നിൽക്കുന്നവരൊക്കെ ഒരുപാട് സഹായിച്ചാണ് ഞാൻ തോറ്റത്. അല്ലാതെ ഒരുപാട് സഹായിച്ചു, അല്ലെങ്കിൽ അന്നും തോക്കുന്ന പ്രശ്നമില്ല. പക്ഷേ അതിന് തോറ്റു. പിന്നെ ഒരു വാശി ഉണ്ടായിരുന്നു, തിരിച്ച് തൃപ്പൂണിത്തുറ പിടിക്കണം എന്നൊരു വാശി ഉണ്ടായിരുന്നു. ഞാൻ MLA അല്ലെങ്കിലും MLA പോലെ തന്നെ 5 കൊല്ലക്കാലം പ്രവർത്തിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ വലിയ ബുദ്ധിജീവിയൊന്നും ആയിരുന്നില്ല. അന്ന് MLA വലിയ ബുദ്ധിജീവി ആയിരിക്കുകയും ചെയ്തു. അതായത് ഞാൻ അവിടെ MLA എന്നുള്ള നിലയിൽ തന്നെ അവിടെ പ്രവർത്തിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഞാൻ വിജയിക്കുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ യഥാർത്ഥം പറഞ്ഞാൽ സ്ഥാനാർത്ഥിയാകണം എന്ന് എന്നോട് പാർട്ടിയിലെ നേതൃത്വത്തിലുള്ള മിക്കവാറും എല്ലാവരും തന്നെ ആവശ്യപ്പെട്ടു. ഇത്തവണ നിന്നാൽ ജയിക്കുമെന്നും ജയിച്ചാൽ ഗവൺമെൻറ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊള്ളാവുന്ന സ്ഥാനങ്ങളെ കൂടി ഉറപ്പിക്കാമെന്നൊക്കെ എല്ലാവർക്കും നല്ല ധാരണയുള്ളൊരു സമയമാണ്, നിങ്ങൾക്കും അറിയാം. പക്ഷെ എന്നാലും എനിക്ക് വ്യക്തിപരമായി മത്സരിക്കാൻ മാനസികമായിട്ട് ഞാൻ തയ്യാറല്ലായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. എന്നോട് പാർട്ടിയിലെ എല്ലാ ഉന്നത നേതാക്കന്മാരും പറഞ്ഞു ഇത്തവണ മത്സരിക്കാൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ്, അതുപോലെ ശ്രീ രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, അതുപോലെ ശ്രീമതി ദീപാദാസ് മുൻഷി, അങ്ങനെ എല്ലാവരും കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സിന് നേതൃത്വം കൊടുത്ത എല്ലാവരും തന്നെ എന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെടുകയാണ്. എന്നാൽ 2016-ലും 2021-ലും എൻ്റെ സ്ഥാനാർത്ഥിത്വം വളരെ വൈകി മാത്രമാണ് പ്രഖ്യാപിച്ചത്. കാരണം ഒരുപാട് തർക്കങ്ങൾ ഉന്നയിച്ചിരുന്നു പലരും. അവസാനം ഞാൻ മത്സരിച്ചെങ്കിലും ഇത്തവണ ഒരു തർക്കമില്ലാതെ ആരോ പറഞ്ഞ പോലെ തളികയിൽ വെച്ച് തരുന്ന പോലെ തന്നതാണ്. ഞാനില്ല എന്നുള്ളൊരു നിലപാട് എടുക്കുക ചെയ്തത്. എനിക്ക് ഞാനെടുത്ത നിലപാട് ശരിയാണെന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം എപ്പോഴും. എന്ത് നഷ്ടങ്ങളുണ്ടായാലും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സംതൃപ്തിയുള്ളൊരു തീരുമാനമാണ് ഞാൻ എടുത്തതെന്നുള്ള, എനിക്ക് സംതൃപ്തി നൽകുന്നൊരു തീരുമാനം തന്നെയാണ്. പുതിയൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസിൻ്റെ അവിടെ തീരുമാനിച്ചു. ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുപ്പിക്കാൻ വേണ്ടി നന്നായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും തൃപ്പൂണിത്തുറയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അല്ല, മാതൃകാപരമായ തീരുമാനമൊന്നുമുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ട് ഏറ്റവും നന്നായി എന്നുള്ള തോന്നൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിനകത്ത് വേറെ ആരാ അങ്ങനെ ഒരു ആശ്വാസം വരത്തക്ക വിധത്തിൽ എൻ്റെ തീരുമാനം കൊണ്ട്
ഇല്ല, അങ്ങനെ അതൊക്കെ അങ്ങനെ തലവേദന ഉണ്ടാക്കുന്നവരാണെങ്കിലല്ലേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം നേതാക്കന്മാർക്കൊരു തലവേദനയായിരുന്നില്ല. ഞാൻ ഒഴിഞ്ഞതാണ് അവർക്ക് തലവേദന ആയത്. ഞാൻ ഒഴിയാതിരുന്നെങ്കിൽ അവർക്ക് ഇത്രയും തലവേദന ഉണ്ടാവില്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നോട് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞ നേതാക്കന്മാർ പലരും ഉണ്ട്. ഇവിടെ ഉണ്ട്, അല്ല പുള്ളി പുറകിലിരിക്കുന്നുണ്ട്. അല്ല ഞാനത് പറഞ്ഞു എന്നുള്ളൂ. ഞാൻ പറഞ്ഞേ കടത്തി പറയണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞ.